നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികം വൈകാതെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടിയുള്ള ഒരുക്കത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസുകാർ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്നും അതിനാൽ വോട്ടർ പട്ടിക ഉൾപ്പെടെ സൂക്ഷിച്ചു വെക്കണമെന്നുമാണ് ജില്ലാ നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അമേഠിയിൽ തന്നെ മത്സരിക്കും എന്നാണ് കരുതിയിരുന്നതെങ്കിലും സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ് ബറേലിയിലാണ് രാഹുൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതോടെയാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായത്. വയനാട് പോലെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലം റായ്ബറേലിയാണ്. റായ്ബറേലിയിലെ 5-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും സമാജ്വാദി പാർട്ടിയുടെ കയ്യിലാണ്. അതുകൊണ്ട് റായ്ബറേലിയിൽ രാഹുലിന് അനായാസം ജയിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെ സംഭവിച്ചാൽ വയനാടിന്റെ അവസ്ഥ എന്താണ് എന്ന് നേരത്തെ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. രാഹുൽ ഗാന്ധി വയനാടിനെ ഉപേക്ഷിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. വയനാട് തന്റെ കുടുംബമാണെന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റെവിടെയെങ്കിലും രാഹുൽ മത്സരിക്കുന്നുണ്ടോ എന്ന് LDFും BJPയും നിരന്തരം ചോദിച്ചതിന് മറുപടിയായിട്ടാണ് രാഹുൽ ഇങ്ങനെ പറഞ്ഞത്. വയനാട്ടിൽ വന്ന് താമസിക്കാൻ സോണിയാഗാന്ധിയെ നിർബന്ധിക്കാറുണ്ടെന്നും രാഹുൽ പറഞ്ഞു. രാഹുലിന് വയനാട് വിട്ട് മറ്റൊരിടത്ത് മത്സരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് വയനാട്ടിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വെളിപ്പെടുത്തിയത്. കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അവസാന മണിക്കൂറിലാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കണം എന്നത് സോണിയയുടെ നിർബന്ധമായിരുന്നു. മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ സോണിയാഗാന്ധി തനിക്ക് ശേഷം മകനിലൂടെ റായ്ബറേലി നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചു. അതേസമയം റായ്ബറേലിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദവും രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നായിരുന്നു. ഉത്തരേന്ത്യയിൽ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ക്ഷീണമാകും എന്ന് ഘടകകക്ഷികൾ വ്യക്തമാക്കി. റായ്ബറേലിയിൽ രാഹുലിനെ വിജയിപ്പിക്കുക എന്നത് സമാജ്വാദി പാർട്ടിയുടെ കൂടി ആവശ്യമാണ്. റായ്ബറേലിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന് ഒരു മുതിർന്ന നേതാവ് വ്യക്തമാക്കിയിരുന്നു. പ്രഖ്യാപനം നേരത്തെ ഉണ്ടായാൽ കേരളത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാലാണ് വൈകിപ്പിച്ചതെന്നും രാഹുലിന്റെ താൽപ്പര്യക്കുറവാണ് പ്രഖ്യാപനം അവസാന നിമിഷത്തിലേക്ക് വലിച്ച് നീട്ടിയതെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട് വിട്ടാൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കണം എന്നാണ് വയനാട്ടിലെ പല കോൺഗ്രസുകാരുടെയും അഭിപ്രായം. രാഹുൽ വളരെ തിരക്കുള്ള ആളാണ്. പലപ്പോഴും മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്ന പ്രശ്നമുണ്ട്. പ്രിയങ്കയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അത്രയും തിരക്കില്ലാത്തതിനാൽ കൂടുതൽ സമയം വയനാട്ടിൽ ചെലവഴിക്കാൻ സാധിക്കും. മാത്രമല്ല രാഹുൽ കുടുംബമാണ് എന്ന് ഇടയ്ക്കിടെ പറയുന്ന വയനാടിനെ ഉപേക്ഷിച്ചു എന്ന ആരോപണത്തിന് തടയിടാനുമാകും. രാഹുൽ റായ്ബറേലി നിലനിർത്തിയാൽ പ്രിയങ്ക അല്ലാതെ മറ്റൊരു സാധ്യത വയനാട്ടിൽ ഇല്ല. മറ്റാര് മത്സരിച്ചാലും രാഹുൽ ഗാന്ധി കബളിപ്പിച്ചു എന്ന തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാകാം. ചിലപ്പോൾ മണ്ഡലം തന്നെ നഷ്ടപ്പെട്ടു എന്നിരിക്കും. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രിയങ്ക തന്നെ മത്സരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസുകാർ നിരവധിയാണ്. രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്ന് LDF ഇപ്പോൾ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ ആ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് മുന്നിൽ പ്രിയങ്ക എന്ന പോംവഴി മാത്രമേയുള്ളൂ. പ്രിയങ്കയെ മറ്റെവിടെയും മത്സരിപ്പിക്കാതിരുന്നത് വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും ചില കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നു. റായ്ബറേലിയിൽ രാഹുലിനു വേണ്ടി പ്രചരണം നയിക്കുന്നതും പ്രിയങ്ക തന്നെയാണ്.